കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പൊതുദർശനം വത്തിക്കാനിൽ തുടരുന്നു. ലോക നേതാക്കളെയും രാഷ്ട്രതലവന്മാരെയും കൂടാതെ ലോകമെമ്പാടുമുള്ള വിശ്വാസികളും വലിയ ഇടയനെ അവസാനമായി നേരിൽ കാണാൻ വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് എത്തുന്നുണ്ട്. സംസ്കാരത്തിന് മുൻപുള്ള മൃതദേഹം ഉള്ള പെട്ടി അടയ്ക്കുന്ന ചടങ്ങുകൾക്ക് കാമർലെങ്കോ നേതൃത്വം നൽകും. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മൃതശരീരം അവസാനമായി ഒരു നോക്ക് കാണാൻ വലിയ ജനാവലിയാണ് വത്തിക്കാനിലേക്ക് ഒഴുകിയെത്തുന്നത്. പൊതുദർശനം ആരംഭിച്ച ബുധനാഴ്ച മാത്രം 20,000-ലധികം ആളുകളാണ് പാപ്പയെ കാണാനായി എത്തിയത്. വലിയ ജനത്തിരക്ക് അനുഭവപ്പെട്ട ഇന്നലെയും ഇന്നുമായി സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ വാതിലുകൾ നേരം പുലരും വരെ തുറന്നു നൽകി. ഇന്ന് വൈകിട്ടോടെ പൊതുദർശനം അവസാനിപ്പിച്ച് മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്ന പെട്ടി അടയ്ക്കും. ഇതിനു മുമ്പായി മാർപ്പാപ്പയുടെ മുഖത്ത് വെളുത്ത തുണി വെച്ച് മുഖം മറയ്ക്കും. ഈ ചടങ്ങുകൾക്ക് കാമർലെങ്കോയാണ് നേതൃത്വം നൽകുന്നത്. മുതിർന്ന കർദിനാൾമാരും ചടങ്ങിൽ സംബന്ധിക്കും. നാളെയാണ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 ആരംഭിക്കുന്ന സംസ്കാര ശുശ്രൂഷയ്ക്ക് മുതിർന്ന ഡീൻ കർദിനാൾ ജിയോവാനി ബാറ്റിസ്റ്ററെ നേതൃത്വം നൽകും. റോമിലെ സെന്റ് മേരി മേജർ ബസിലിക്കയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങുകളിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും കേന്ദ്രമന്ത്രി കിരൺ റിജിജുവും സംസ്ഥാന മന്ത്രിസഭയെ പ്രതിനിധീകരിച്ച് മന്ത്രി റോഷി അഗസ്റ്റിനും പങ്കെടുക്കും. വിവിധ ലോക നേതാക്കളും സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നടക്കുന്ന സംസ്കാര ശുശ്രൂഷകളിൽ പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.